നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രിസിറ്റി പാർട്ട് 4 വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് കൂടുതൽ വിശദമായി പഠിച്ചു. ഇന്ന് നമ്മൾ ലൈറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ പ്രകാശ പ്രതിഭാസത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ് ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് നോക്കാം. വെൻ കറണ്ട് പാസസ് ത്രൂ എ സർക്യൂട്ട് ഓർ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ, ഇറ്റ് ഹീറ്റ്സ് അപ്പ്. നമുക്കറിയാം, കറണ്ട് ഒരു കണ്ടക്ടറിലെ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാവും, അല്ലെങ്കിൽ ആ കണ്ടക്ടർ ഹീറ്റ് ആവും ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. അങ്ങനെ എക്സസീവ് ഹീറ്റ് ആവുന്നത് മൂലം, മീൻസ് കൂടുതലായി ഹീറ്റ് ആവുന്നത് കാരണം ഇറ്റ് കോസസ് ദ കണ്ടക്ടർ ടു എമിറ്റ് ലൈറ്റ്. കൂടുതൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചില കണ്ടക്ടിങ് മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയൽസും അല്ല, ചില കണ്ടക്ടിങ് മെറ്റീരിയൽസ് ലൈറ്റ് എമിറ്റ് ചെയ്യും. അതായത് എക്സസീവ് ഹീറ്റിംഗ് ഇഫക്റ്റ് കോസസ് ദ കണ്ടക്ടർ ടു എമിറ്റ് ലൈറ്റ്, വിച്ച് ഈസ് നോൺ ആസ് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ ചൂടാവും, ദ കണ്ടക്ടർ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. എക്സസീവ് ഹീറ്റിംഗ് എഫക്റ്റ് കോസസ് ദി കണ്ടക്ടർ ടു എമിറ്റ് ലൈറ്റ്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ടാണ് ലൈറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ലൈറ്റിംഗ് എഫക്റ്റിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന് പ്രധാനമായും. അപ്പോൾ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു ഉപയോഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ബൾബാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ലാമ്പുകളാണ്. സോ ഇൻകാൻസൻ ലാമ്പ്, പഴയ ഒരു ലാമ്പായ ഇൻകാൻസൻ ലാമ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യകാലത്ത് ബൾബുകൾ എങ്ങനെയായിരുന്നു? ഇന്ന് നമുക്കറിയാം LED-കളും മറ്റുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കറണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഊർജ്ജ നഷ്ടം ഭയങ്കര കുറവാണ് ഈ LED ബൾബുകൾക്ക്. അതുകൊണ്ട് നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പൂർവികൻ, അല്ലെങ്കിൽ കുറച്ച് മുമ്പത്തെ പ്രിഡസസർ അല്ലെങ്കിൽ ആൻസസ്റ്റർ എന്ന് പറയുന്നത് ഈ ഇൻകാൻസൻ ലാമ്പുകളാണ്. അപ്പോൾ ഇൻകാൻസൻ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകാൻസൻ്റെ മീനിങ് നോക്കാം. ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ്. ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. ഇൻകാൻസൻ്റെ മീനിങ് ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. ചൂടാകുമ്പോൾ വസ്തു പ്രകാശം പുറത്തു വിടുന്നു, ചൂടാകുമ്പോൾ വസ്തു ഹീറ്റ് ആവുന്നു. ചൂടാകുമ്പോൾ വസ്തുവിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നു, അല്ലെങ്കിൽ ലൈറ്റ് പുറത്തു വരുന്നു. അതാണ് ഇൻകാൻസനിൻ്റെ മീനിങ് തന്നെ. അപ്പോൾ ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഹീറ്റ് ആകുമ്പോൾ അതിൽ നിന്നും ലൈറ്റ് പുറത്തു വരുന്നതാണ് ഈ ഇൻകാൻസൻ എന്ന് പറഞ്ഞാൽ ഉള്ള മീനിങ്. അപ്പോൾ നമ്മൾ പ്രധാനമായും പറയുന്നത് ഇൻകാൻസൻ ലാമ്പിനെ കുറിച്ചാണ്. ഇൻകാൻസൻ ലാമ്പിൻ്റെ മറ്റൊരു പേരാണ് ഫിലമെൻറ്റ് ലാമ്പ്. ഫിലമെൻറ്റ് ലാമ്പ് കാരണം അതിൽ ഉപയോഗിക്കുന്നത് ഫിലമെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഫിലമെൻറ്റ് ലാമ്പ് എന്ന് വിളിക്കുന്നത്. ഈ കാണുന്നതാണ് ഫിലമെൻറ്റ്. ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ടങ്സ്റ്റൺ. ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ടങ്സ്റ്റൺ. ഓക്കെ. അപ്പോൾ എന്താ ഇൻകാൻസൻ ലാമ്പിൻ്റെ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻ നോർമൽ വോൾട്ടേജ് ഫിലമെൻറ്റ് ബിക്കംസ് വൈറ്റ് ഹോട്ട് ആൻഡ് റിലീസസ് ലൈറ്റ്. ഒരു സാധാരണ ഒരു വോൾട്ടേജ് ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിലമെൻറ്റ് വൈറ്റ് ഹോട്ട് കണ്ടീഷനിലേക്ക്, ഒരു വെളുത്ത കണ്ടീഷനിലേക്ക് പോവുകയും അത് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്. അത് മാത്രമല്ല, ഈ കാണുന്ന ഈ പോർഷൻ, ഈ ഗ്ലാസ് ചേമ്പറിനെയാണ് നമ്മൾ ബൾബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൾബിൻ്റെ അകത്ത് ഒരു ഇനേർട്ട് ഗ്യാസും കൂടി നിറച്ചിട്ടുണ്ടാകും. എന്തിനാണെന്നൊക്കെ നമുക്ക് അടുത്ത വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിനാണ് ഇൻകാൻസൻ ലാമ്പ് എന്ന് വിളിക്കുന്നത്. ഇൻകാൻസൻ ലാമ്പ് നോക്കാം. ഫിലമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ് ഫിലമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. അപ്പോൾ ഫിലമെൻ്റായി, നേരത്തെ പറഞ്ഞു, ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്, അല്ലെങ്കിൽ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ് നമ്മൾ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത്. ഫിലമെൻറ്റ്. എന്തുകൊണ്ട് ടങ്സ്റ്റൺ? വൈ ടങ്സ്റ്റൺ ഈസ് യൂസ്ഡ്? ബിക്കോസ് ഹൈ റെസിസ്റ്റിവിറ്റി, വളരെ കൂടിയ റെസിസ്റ്റൻസ്. നമുക്കറിയാം, കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യൂ. സോ ഹൈ റെസിസ്റ്റൻസ് മീൻസ് ഹൈ ടെമ്പറേച്ചർ. സോ ഹൈ റെസിസ്റ്റൻസ്, ദെൻ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പെട്ടെന്ന് മെൽറ്റ് ആവാൻ പാടില്ല, ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ. സോ ഹൈ മെൽറ്റിംഗ് പോയിന്റ് പൊസസ് ചെയ്യും. ഇനി ഫിലമെന്റ് നമുക്കറിയാം, ഇവിടെ കാണാൻ വളരെ നേർത്ത ചുരുളുകളാണ്. ഇത്രയും നേർത്ത ചുരുളുകൾ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെ ചുറ്റാൻ വേണ്ടി ഡക്റ്റിലിറ്റി കൂടിയ മെറ്റീരിയൽ വേണം. ടങ്സ്റ്റൺ ഹൈ ഡക്റ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ്. ടങ്സ്റ്റൺ പ്രൊവൈഡ്സ് ഹൈ ഡക്റ്റിലിറ്റി. ഇതൊന്നും കൂടാണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇത് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ഉണ്ടായി, ആ ഹീറ്റ് കാരണം നല്ല പ്രകാശം പുറത്തു വരണം. അതാണ് എബിലിറ്റി ടു റിമെയിൻ ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. വൈറ്റ് ഹോട്ട് കണ്ടീഷനാണ്. നേരത്തെ നമ്മൾ നിക്രോം പഠിക്കുമ്പോൾ കണ്ടാകുന്ന റെഡ് ഹോട്ട് കണ്ടീഷൻ. പക്ഷേ ടങ്സ്റ്റണിൻ്റെ കേസിൽ ചൂടായി കഴിഞ്ഞാൽ നല്ല വൈറ്റ് ലൈറ്റ് അതിൽ നിന്നും പുറത്തു വരും. ഇറ്റ് എമിറ്റ്സ് വൈറ്റ് ലൈറ്റ്. ഇത്രയാണ് ഒരു ഫിലമെൻറ്റിൻ്റെ ഫീച്ചർ, അല്ലെങ്കിൽ ടങ്സ്റ്റണിൻ്റെ ഫീച്ചർ. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, അതുപോലെ തന്നെ എബിലിറ്റി ടു റിമെയിൻ ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. നമുക്ക് നോക്കാം
ടങ്സ്റ്റണും അതുപോലെ തന്നെ നിക്രോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് രണ്ട് പ്രത്യേകതകൾ സെയിം ആണ്, ഡിഫറൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണ്, നിക്രോമിനെയും ടങ്സ്റ്റണിനെയും കമ്പയർ ചെയ്യുകയാണ്. നിക്രോമിൻ്റെയും ടങ്സ്റ്റൻ്റെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ ഒരേപോലത്തെ കാര്യങ്ങളാണ് ഹൈ റെസിസ്റ്റിവിറ്റി. രണ്ടാക്കും ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടി ടങ്സ്റ്റണിൻ്റെയും അതുപോലെ തന്നെ നിക്രോമിൻ്റെയും പ്രത്യേകത ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. ദെൻ ബോത്ത് ഓഫ് ദം ആർ ഹാവിങ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, രണ്ടുപേർക്കും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പക്ഷെ ഡിഫറൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്രോം remains in red hot condition. When the current passes through the nichrome, it remains in red hot condition. ചുട്ടുപഴുത്ത അവസ്ഥയിലാണ് നിക്രോം നിൽക്കുന്നത്. whereas the tungsten becomes white hot condition. അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആണെങ്കിൽ വൈറ്റ് ഹോട്ട് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അതായത് ധവളപ്രകാശം പുറത്തുവിടുന്ന രീതിയിൽ, ആ കണ്ടീഷനിലാണ് ടങ്സ്റ്റൺ നിൽക്കുന്നത്. അതുകൂടാതെ ടങ്സ്റ്റന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹൈ ഡക്റ്റിലിറ്റി, വളരെ കൂടിയ ഡക്റ്റിലിറ്റി. അതുകൊണ്ട് തന്നെ നേർത്ത കമ്പിച്ചുരുളുകൾ ആക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ബൾബിന്റെ ഉൾവശത്ത് വായു എല്ലാം അല്ലെങ്കിൽ ആ കാറ്റൊക്കെ പുറത്ത് കളയും അല്ലെങ്കിൽ ഇവാക്യുവേറ്റഡ് ചെയ്യും. എന്തിനാണ് ഇവാക്യുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ സെന്റൻസിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ടു അവോയ്ഡ് ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ബൾബിനുള്ളിലുള്ള വായുവിനെയൊക്കെ പുറത്ത് കളയാനുള്ള കാരണം ടു അവോയ്ഡ് ഓക്സിഡേഷൻ ആണ്. എന്താണെന്ന് നോക്കാം. അതായത് ഓക്സിജന്റെ പ്രസൻസിലാണ്, നമുക്കറിയാം കത്തുന്നതൊക്കെ ഓക്സിജന്റെ പ്രസൻസിലാണ്. ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഓക്സിജന്റെ പ്രസൻസിലാണ്. അപ്പോൾ സാധാരണ ഒരു ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള വായു കാരണം, അതിനുള്ളിലുള്ള നോർമൽ എയർ കാരണം, നോർമൽ എയറിൽ നമുക്കറിയാം ഓക്സിജൻ ഉണ്ടാവും. ആ നോർമൽ എയർ കാരണം ആ ഫിലമെന്റ് ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ദ ഫിലമെന്റ് വുഡ് ബേൺ അപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ഹൈ ടെമ്പറേച്ചർ. ഈ ഫിലമെന്റിലൂടെ, ടങ്സ്റ്റൺ ഫിലമെന്റിലൂടെ വളരെ കൂടിയ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ കൂടിയ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചറും കൂടും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഈ ഫിലമെന്റ് കത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബിനുള്ള ഓക്സിജനെ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാക്യുവേഷൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവാക്യുവേറ്റഡ് ചെയ്ത ബൾബിനെ നമ്മൾ എന്താക്കും, അതിനുള്ളിൽ ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യും. എന്തിനാണ് ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്? ടു റെഡ്യൂസ് വാപ്പറൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വാപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇനേർട്ട് ഗ്യാസസ് ഫില്ല് ചെയ്യുന്നത്? ടു റെഡ്യൂസ് വാപ്പറൈസേഷൻ. അപ്പോൾ നോക്കാം, ഇനേർട്ട് ഗ്യാസ് ആയ ആർഗൺ അല്ലെങ്കിൽ ക്രിപ്റ്റോൺ തുടങ്ങിയവയാണ് നമ്മൾ സാധാരണ ഈ ബൾബിനുള്ളിൽ ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നൈട്രജൻ, നോർമൽ കേസിൽ നൈട്രജൻ ഇനാക്റ്റീവ് ആണ്, അതുകൊണ്ട് നൈട്രജനെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓക്സിജനുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും കോണ്ടാക്ട് ഒഴിവാക്കുകയും പകരം നമ്മൾ ഇനേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിലും അല്ലെങ്കിൽ ഒരു റിയാക്ഷനിലും പങ്കെടുക്കാത്ത ഗ്യാസസ്, അങ്ങനെയുള്ള ഗ്യാസായ നൈട്രജനോ ആർഗണോ ക്രിപ്റ്റോണോ നിറക്കുന്നത് മൂലം യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. ബൾബിന്റെ ഫിലമെന്റ് കൂടുതൽ കാലം നിലനിൽക്കും, ലോങ് ഡ്യൂറേഷൻ ലഭിക്കും. ബൾബിന്റെ ഫിലമെന്റിന്, ചുരുക്കി പറഞ്ഞാൽ ബൾബിന്റെ ഫിലമെന്റിന് കൂടുതൽ ആയുസ് ലഭിക്കും, കുറെ കാലം അത് ബേൺ ആവാതെ നിൽക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യും, അതിലുള്ള എയറൊക്കെ മൊത്തം കളയും, അതുവഴി ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യും. രണ്ടാമതായി വാപ്പറൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇനേർട്ട് ഗ്യാസ് അതിനുള്ളിൽ നിറക്കും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ബൾബിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സ്പാന് കുറച്ചു കാലം കൂടുതൽ ആവുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇൻകാൻസെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഹീറ്റാണ്. ധാരാളം ഹീറ്റ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് അത് വളരെ കൂടുതൽ ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നു. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്കറിയാം, ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അതിനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ചൂട് അനുഭവപ്പെടും. കാരണം ധാരാളം ഹീറ്റ് അതുവഴി നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എഫിഷ്യൻസി, ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. ആ കാരണത്താൽ അതിനുശേഷം വീണ്ടും കൂടുതൽ റിസർച്ച് നടന്നു കുറച്ച് ബെറ്ററായ മറ്റുള്ള ബൾബുകളും കണ്ടു. അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലൂറസെന്റ് ലാമ്പ്, നമ്മൾ സാധാരണ വിളിക്കുന്ന ട്യൂബ് ലൈറ്റ് എന്ന് വിളിക്കുന്ന ഫ്ലൂറസെന്റ് ലാമ്പ്. അതിൻ്റെ തന്നെ വേറൊരു ഫോമായ CFL, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. പിന്നെ സോഡിയം വേപ്പർ ലാമ്പ്, നമ്മൾ തെരുവ് വിളക്ക്, റോഡ് സൈഡിലൊക്കെ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റ് സോഡിയം വേപ്പർ ലാമ്പ് ആയിരുന്നു മുമ്പ്. ഇപ്പോൾ അതും മാറ്റി LED മാറി. ദെൻ ആർക്ക് ലാമ്പ്, പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഴയകാല തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ആർക്ക് ലാമ്പ്. ഇതൊക്കെ ഒരു തരത്തിൽപ്പെട്ട ഡിസ്ചാർജ് ലാമ്പുകളാണ്. അപ്പോൾ ഇൻകൻസെന്റ് ലാമ്പിന് ശേഷം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസ്ചാർജ് ലാമ്പുകളാണ്. ഡിസ്ചാർജ് ലാമ്പുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും എഫിഷ്യൻസി കൂടിയ ബൾബുകളാണ് LED ബൾബുകൾ. LED ബൾബുകൾക്ക് ഇതിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി
എഫിഷ്യൻസി ഉണ്ട്, മാത്രമല്ല നമുക്ക് ഊർജ്ജ നഷ്ടം വളരെ കുറവാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ LED ബൾബുകളെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്യാൻ വി യൂസ് നിക്രോം ആസ് എ ഫിലമെന്റ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ്? ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നിക്രോം ഫിലമെന്റ് ആയി ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ, സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? യു ഷുഡ് ആൻസർ ദിസ്. ദെൻ അനദർ ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രിവെന്റ് വാപ്പറൈസേഷൻ ആൻഡ് ഓക്സിഡേഷൻ ഓഫ് ഫിലമെന്റ്? എങ്ങനെയാണ് വാപ്പറൈസേഷനും ഓക്സിഡേഷനും, ഫിലമെന്റിൽ നടക്കുന്ന വാപ്പറൈസേഷനും ഓക്സിഡേഷനെയും പ്രിവെന്റ് ചെയ്യാം? ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതൊന്നുകൂടി നിങ്ങൾ വിലയിരുത്തുക. താങ്ക് യു സോ മച്ച്. അടുത്ത ലെസണിൽ വീണ്ടും കാണാം.